ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ല ഹോം മെയ്ഡ് പിസ്സയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുന്നേ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക, ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഫസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് ചൂടുവെള്ളമാണ്. നല്ല ചൂടുവെള്ളം വേണ്ട, ഒരാളം ചൂടുവെള്ളമാണ് ആവശ്യമുള്ളത്. അതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 പിസ്സയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് പൊന്താൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മൈദ അളന്ന് വയ്ക്കാം. നമ്മളിവിടെ 2.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു കപ്പിലാണ് നമ്മൾ മൈദ അളന്നെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാവ് അളന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇത് നമ്മൾ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതുപോലെ പൊന്തി വന്നാലാണ് നമ്മൾ മാവ് ശരിയാവുള്ളൂ. ഇതാണ് നല്ല കറക്റ്റ് ഈസ്റ്റിൻ്റെ ഇത്. ഇനി ഇത് പൊന്തി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈസ്റ്റ് കേടുന്നതായിരിക്കും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, മാവ് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. ഇനി നമുക്കൊരു കാര്യം മിസ്സായിട്ട് പോയിട്ടുണ്ട്. ഇതിനാവശ്യത്തിനുള്ള ഉപ്പും ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഈസ്റ്റിലിട്ട് കൊടുക്കും. അതിന് ശേഷമാണ് ഈ മാവ് കുറേശ്ശെ മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുന്നത്. മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല മാവ് പരുവത്തിൽ കുഴച്ചെടുക്കാം. ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുള്ള സമയമാണെങ്കിൽ ഒരു 5-6 മണിക്കൂറൊക്കെ വെച്ചാലും മതി. പക്ഷേ തണുപ്പുള്ള സമയമാണെങ്കിൽ ഒരു 7-8 മണിക്കൂറൊക്കെ വെക്കണം. എന്നാലാണ് നന്നായിട്ട് പൊന്തി വരുള്ളൂ. നന്നായിട്ട് പൊന്തി വന്നാൽ നമ്മുടെ പിസ്സയുടെ ബേസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ഞാൻ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് ഒരു നനഞ്ഞ നല്ല വൃത്തിയുള്ള ഒരു ക്ലോത്തും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത പരിപാടി ചിക്കൻ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾ, കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് കുറച്ച് കുരുമുളക്. എരിവിനനുസരിച്ച് കുരുമുളക് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം. പിന്നെ കുറച്ചധികം നമുക്ക് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒറിഗാനോ ആണ് പിസ്സയുടെ ശരിക്കുള്ള മണവും ടേസ്റ്റും ഒക്കെ വരുത്തുന്നത്. പ്രത്യേകിച്ച് പിസ്സയുടെ മണം കിട്ടണമെങ്കിൽ ഒറിഗാനോ നന്നായിട്ട് ആഡ് ചെയ്യണം. ഒറിഗാനൊക്കെ നമ്മുടെ ഇവിടെ അടുത്തിപ്പോൾ എല്ലാ ഷോപ്പിലും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ചിക്കൻ നല്ല ചെറിയ പീസായിട്ട് ചിക്കൻ നുറുക്കി വെച്ചിട്ടുള്ളതാണ്. അതും കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലില്ലാത്ത ചിക്കൻ മാത്രം ആവശ്യമായിട്ടുള്ളൂ, ഇതിന് എല്ലുള്ളത് ഇടരുത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ കുറച്ച് ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ടേസ്റ്റ് വരും. അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഉള്ളി, വലിയ ഉള്ളിയാണ്. വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത്, പിന്നെ ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത്, ഒരു തക്കാളി നീളത്തിലരിഞ്ഞത്, പിന്നെ നമ്മുടെ ചിക്കനും ഇവിടെ റെഡി ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്കവിടെ മാറ്റി വെക്കാം. അതിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് 7-8 മണിക്കൂറിന് ശേഷമാണ് ഈ മാവ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വെക്കണം. ഇനി നമുക്ക് ഫസ്റ്റത്തെ പിസ്സ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഒലീവ് ഓയിൽ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പിസ്സയുടെ ബേസ് ഇതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. കൈകൊണ്ട് തന്നെ നന്നായിട്ട് പരത്തിയെടുക്കാം. അങ്ങനെ ഫസ്റ്റ് പ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 3 എണ്ണം അതുപോലെ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ തുണി കൊണ്ടൊന്ന് മൂടി വെക്കാം. നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കുകയാണ്. 1/2 മണിക്കൂറോളം ഇത് മൂടി വെക്കുന്നുണ്ട്. 3 ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, 3 നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റത്തെ ഓപ്പൺ ചെയ്തിട്ട് നോക്കുകയാണ്. അതിന് ശേഷം നമ്മൾ കുറച്ചൊന്ന് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെക്കണം. ഇതുപോലത്തെ ഒരു ചെമ്പിലാണ് ഞാൻ വെക്കുന്നത്. അതിൻ്റെ അടിയിലൊരു പാത്രം ഒരു വട്ടിട്ട് കൊടുത്തിട്ട് അതിൽ നമുക്ക് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഫസ്റ്റ് നമ്മളെ ബേസ് മാത്രം ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്.
ഇതാ അതുപോലെ ഫസ്റ്റത്തെ ബേസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ബേസൊക്കെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൊസറല്ല ചീസ് നല്ല ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച പിസ്സ സോസും ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും ഒക്കെ എടുത്തിട്ട് അടുത്ത് സെറ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ ഫസ്റ്റത്തെ ബേസ് എടുത്തിട്ട് കുറച്ച് പിസ്സ സോസ് ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൊസറല്ല ചീസാണ്. മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇതിൻ്റെ മുകളിൽ കുറച്ചധികം തന്നെ വേണം പിസ്സയ്ക്ക് ആയതുകൊണ്ട് തന്നെ, എന്നാലാണ് നല്ല ഇങ്ങനെ വലിഞ്ഞ് കിട്ടുള്ളൂ പിസ്സ എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് മൊസറല്ല ചീസ് കുറച്ചധികം തന്നെ ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനും കുറച്ച് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട, ആവശ്യത്തിന് കുറച്ച്, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നെക്സ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഓണിയനും നമ്മൾ ടൊമാറ്റോയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പല കളേഴ്സിലുള്ള ക്യാപ്സിക്കം വെച്ച് കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ നമുക്ക് അവൈലബിൾ അല്ലാത്തവർക്ക് ഇങ്ങനെയും വെച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതിൽ ബ്ലാക്ക് ഒലീവ് ഇടുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിൽ കുറച്ചും കൂടെ മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. ഒറിഗാനോ കുറച്ചധികം ഇട്ട് കൊടുക്കണം, എന്നാലാണ് പിസ്സയുടെ കറക്റ്റ് മണവും ടേസ്റ്റൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേവിക്കണം. വേവിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ ചെമ്പിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ളതാണ്. അതിൽ തട്ടി മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ, വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയതാണിത്. അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ നല്ല വലിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതിൻ്റെ അടിയൊന്നും തീരെ കരിഞ്ഞിട്ടൊന്നുമില്ല, അടിയൊക്കെ നല്ല വൈറ്റ് കളറിൽ തന്നെ ഉണ്ട്, ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും.